ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് GK ഭാഗമാണ്. സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി ചെക്ക് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ GKയിലെ പ്രധാനപ്പെട്ട ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്, ഇപ്പോഴത്തെ ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതൊരു സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2/3/2024 നടന്ന സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2/3/2024 നടന്ന സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് GK ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം കവർ ചെയ്ത് പോവാം. 21ാമത്തെ ക്വസ്റ്റ്യനാണ്. 20 വരെ നമ്മൾ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നെയിം ദ ചോള കിങ് ഹൂ ബിൽട്ട് ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളപുരം സ്ഥാപിച്ച ചോള വംശ രാജാവ് ആരാണ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. രാജരാജ ചോള ഒന്നാമൻ, രാജേന്ദ്ര ചോള, രാജാതിരാജ ചോള രണ്ടാമൻ, കുലോത്തുംഗ ചോള മൂന്നാമൻ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? രാജേന്ദ്ര ചോളയാണ് കേട്ടോ. രാജേന്ദ്ര ചോളയാണ് ഗംഗൈകൊണ്ട ചോളപുരം നിർമ്മിച്ചത്. ആ ഒരു പേരോട് കൂടിയിട്ട് പ്രവർത്തനം ആരംഭിച്ചതും ഭരണം കൊണ്ടുവന്നതൊക്കെ ആരാണ്? രാജേന്ദ്ര ചോളയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ചോള രാജവംശത്തിൽ പോയിന്റുകൾ ഇനി ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് പോവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരുപാട് ടോപ്പിക് അവൈലബിൾ ആവും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഒരേ കാര്യം തന്നെ തുടർച്ചയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറിങ് ഫീൽ ചെയ്യും അല്ലേ. ഒന്ന് തന്നെ പഠിച്ച് ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവും. അങ്ങനെ, അതായത് റിവിഷൻ മോഡിലാവുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ പോലും കൂടുതൽ വിഷയങ്ങൾ നമ്മൾ അടുത്തറിഞ്ഞതിന് ശേഷം പിന്നെ ആഴത്തിലുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലുള്ള പഠനം നമ്മൾ ചെയ്യും. അറിയാതെ നമ്മൾ തന്നെ അങ്ങനെ പഠിച്ച് പോകും കേട്ടോ. അപ്പോൾ ചോള രാജവംശത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാവേരി നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെട്ട രാജ്യമായിരുന്നു ചോള രാജ്യം എന്ന് പറയുന്നത് കേട്ടോ. കാവേരി നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെട്ട രാജ്യമാണ് ചോള രാജ്യം. ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്നത് ഉറയൂർ എന്ന പ്രദേശമാണ്. ഉറയൂർ എന്ന പ്രദേശമാണ് ആദ്യകാലത്ത് ചോളന്മാരുടെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്നത്. പരുത്തി കച്ചവടത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു, പ്രശസ്തിയായ സ്ഥലമായിരുന്നു ഈ ഉറയൂർ എന്നത് കേട്ടോ. ചോളന്മാരുടെ ആധിപത്യ പ്രദേശം ചോളമണ്ഡലം അല്ലെങ്കിൽ തൊണ്ടൈ മണ്ഡലം അങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ചോളമണ്ഡലം അല്ലെങ്കിൽ തൊണ്ടൈ മണ്ഡലം. അവരുടെ രാജകീയ മുദ്രയായിരുന്നത് കടുവയായിരുന്നു. ഏതായിരുന്നു മുദ്ര? രാജകീയ മുദ്ര കടുവയായിരുന്നു കേട്ടോ. അപ്പോൾ ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഏതായിരുന്നു? ഉറയൂറായിരുന്നു. ഏത് നദിയുടെ തീരത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിരുന്നു ചോള സാമ്രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ സ്ഥലമായിരുന്നു എന്ത്? ചോള രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോളന്മാരുടെ രാജകീയ മുദ്ര കടുവയായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് കരികാല ചോളൻ്റെ കാലത്താണ് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. സംഘകാലത്തെ ഏറ്റവും പ്രശസ്തനായ ചോള രാജാവായിരുന്നു കരികാല ചോളൻ. കരികാല ചോളനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാവേരിക്ക് കുറുകെ ഗ്രാൻഡ് അണക്കെട്ട്, കല്ലണൈ അണക്കെട്ട് എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് അണക്കെട്ട് പണിതത് ഏത് രാജാവിൻ്റെ കാലത്തായിരുന്നു? ഈ കരികാല ചോളൻ്റെ കാലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാൻഡ് അണക്കെട്ട് ചോദിക്കാറുണ്ട്. ഏത് നദിക്ക് കുറുകെയാണ് പണിതത് ചോദിക്കാറുണ്ട്. അത് ഏത് നദിക്ക് കുറുകെയാണെന്ന് നമ്മൾ പറഞ്ഞു? കാവേരി നദിക്ക് തന്നെയാണ്. കാവേരി നദിയോട് ബന്ധപ്പെട്ടാണ് ഈ ചോള രാജവംശം എന്നും ഓർക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കാവേരിക്ക് കുറുകെ കല്ലണൈ അണക്കെട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ട് പണിത രാജാവാണ് ആര്? കരികാല ചോളൻ. പിന്നെ കരികാല ചോളനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, വെന്നി യുദ്ധത്തിൽ ചേര രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ രാജാവാണ് എന്ത്? കരികാല ചോളൻ. പിൽക്കാല ചോളന്മാരുടെ, അത് കഴിഞ്ഞ് ആദ്യം ഉറയൂരായിരുന്നു ആസ്ഥാനം എന്ന് പറഞ്ഞു. പിന്നീട് തഞ്ചാവൂരിലേക്ക് ഇവർ തലസ്ഥാനം മാറ്റുണ്ടായി. പിന്നീട് തഞ്ചാവൂരാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു നഗരമായി ഉയർന്നു വന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ അതൊരു പ്രധാനമാണ്. പിന്നെ ഈ ചോളന്മാരുടെ വംശത്തിനെ കുറിച്ചിട്ട് സൂചന നൽകുന്ന, ഭരണത്തെക്കുറിച്ചിട്ടൊക്കെ സൂചന നൽകുന്ന ശിലാശാസനം എന്നറിയപ്പെടുന്നത് ഉത്തരമേരൂർ ശിലാശാസനമാണ്. എന്താണ്? ഉത്തരമേരൂർ ശിലാശാസനമാണ്. ചോള ഭരണകാലത്ത് എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഈ ഉത്തരമേരൂർ ശാസനം. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചുവെന്നും അവിടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെന്നും എന്നൊക്കെ ഈ ഒരു ശാസനം, ഉത്തരമേരൂർ ശാസനത്തിൽ ലിഖിതമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഈ ഒരു ചോള സാമ്രാജ്യത്തിൽ വളരെ പ്രമുഖരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ രാജാക്കന്മാരായിരുന്നു ഈ രാജരാജൻ ഒന്നാമനും രാജേന്ദ്രൻ ഒന്നാമനും. അതിലെ ഈ രാജേന്ദ്ര ചോളനെ കുറിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. രാജേന്ദ്രൻ ഒന്ന്, അതായത് ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവാണ് ആര്? രാജേന്ദ്രൻ ഒന്നാമൻ കേട്ടോ. രാജേന്ദ്രൻ ഫസ്റ്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ അത് ഗംഗൈകൊണ്ട ചോളനാണ്. ഇതിൽ തന്നെ മധുരൈകൊണ്ട ചോളൻ എന്നുണ്ട്. അത് പരാന്തകൻ ഒന്നാമനാട്ടോ. പരാന്തകൻ ഒന്നാമനാണ് എന്താ പറയണത്? മധുരൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഈ രാജേന്ദ്ര ഒന്നാമന് വേറൊരു പേരും കൂടിയുണ്ട്, പരകേസരി എന്ന് അറിയപ്പെട്ടിരുന്നു. പരകേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജേന്ദ്രൻ ഒന്നാമതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോള രാജവംശം പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾ കേട്ട് പോവുക കേട്ടോ. നമുക്കിപ്പോൾ എല്ലാം നമുക്ക് വാസ്റ്റായിട്ട് നോട്ട് എഴുതാനൊന്നും പറ്റില്ല. കേട്ട് പോവുക. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലയാളം ഫാക്ട്സ് അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ നിൽക്കാതിരിക്കില്ല. മാക്സിമം പ്രാവശ്യം നിങ്ങൾ GKs വായിച്ചും കേട്ടും പരിചിതമായി പോവുക. കറണ്ട് അഫെയർസും ഒന്നും അറിയാതെ പോയാൽ നമുക്കൊന്നും നല്ല റാങ്കിൽ എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത് GKയും മാത്സും കറണ്ട് അഫെയർസും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. നന്നായിട്ട് നിങ്ങൾ അടിത്തറയോടുകൂടി പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്തിപ്പെടാൻ കഴിയില്ല. അത് ഏത് എക്സാം ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഡെയിലി അതൊരു ഭാഗമാക്കി വെക്കണം. ഡെയിലി ഒരു 10 ഇംഗ്ലീഷ് പഠിക്കണം, ഡെയിലി ഒരു 10 മാത്സ് പഠിക്കണം, ഡെയിലി ഒരു 10 കറണ്ട് അഫെയർസോ GKയോ തമ്മിൽ ബന്ധം നിലനിർത്തി പോകണം. സബ്ജക്റ്റിൻ്റെ കൂടെ അതും കൂടി നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ. എങ്കിലേ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ അത് നമ്മുടെ രാജേന്ദ്ര ചോളനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ബൃഹദേശ്വര ക്ഷേത്രം. പൂർണ്ണമായിട്ടും ദക്ഷിണമേരു എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ബൃഹദേശ്വര ക്ഷേത്രം പിന്നെ വളരെ ഗ്രാനൈറ്റിൽ തീർത്ത ലോകത്തിലെ തന്നെ, പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തീർത്ത ലോകത്തിലെ തന്നെ ആദ്യ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ബൃഹദേശ്വര ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഈ തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് വേറൊരു പ്രധാനപ്പെട്ട രാജാവായ രാജരാജൻ ഒന്നാമൻ്റെ കാലത്താണ്. രാജരാജൻ ഒന്നാമൻ കേട്ടോ. അപ്പോൾ രാജരാജൻ ഒന്നാമൻ പ്രധാനപ്പെട്ട ആളാണ്. കരികാല ചോളനെ നമ്മൾ പറഞ്ഞു ഇവിടെ, പിന്നെ രാജേന്ദ്ര ചോളനെ പറഞ്ഞു. അങ്ങനെ 3 രാജാക്കന്മാരുടെ സംഭാവനകളെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഈ ഗംഗാ തീരം വരെ കീഴടക്കിയ ശേഷം നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം എന്ന നഗരം നിർമ്മിച്ച ചോള രാജാവാണ് രാജേന്ദ്രൻ ഒന്നാമൻ. ഗംഗാ തീരം വരെ കീഴടക്കിയ ശേഷം അതാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന നഗരം നിർമ്മിച്ചു എന്ന് പറയുന്നത് രാജേന്ദ്രൻ ഒന്നാമൻ. അങ്ങനെ ശ്രീലങ്ക പൂർണ്ണമായും കീഴടക്കിയ ചോള രാജാവായിരുന്നു രാജേന്ദ്രൻ ഒന്നാമൻ. രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ് കേട്ടോ. പിന്നെ നടരാജ വിഗ്രഹങ്ങളുടെ നിർമ്മാണമൊക്കെ ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ചോള ഭരണകാലഘട്ടത്തിലാണ് ഈ നടരാജ വിഗ്രഹങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുകയും അതിന് വളരെ പ്രചാരം നേടിയതും എന്ന് അറിയപ്പെടുന്നു. ചോള ഭരണകാലത്ത് ബംഗാൾ ഉൾക്കടൽ അറിയപ്പെട്ടിരുന്നത് ചോള തടാകം എന്നാണ്. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഗ്രാമസഭകളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. സഭയിലെ അംഗങ്ങളൊക്കെ പെരുമക്കൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ വിശദമായിട്ട് ധാരാളം പഠിക്കേണ്ടത് നോർമൽ PSCക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കേണ്ടത് തന്നെയാണ് പഴയ കാലത്തെ രാജവംശങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ അത്രയും അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നില്ല. നമ്മൾ പുറമേ നിന്നിട്ടുള്ള ഒരു LGS ലെവലിൽ, ഇപ്പം LGS ലെവലൊക്കെ വളരെ ആഴത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അത്രയും ഉള്ളിലേക്ക് ഇറങ്ങാതെ പുറമേയുള്ള ജസ്റ്റ് ഒരു പ്രധാന കണ്ടൻറ്റുകൾ മാത്രം പെറുക്കിയിട്ട് പോകണം, വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരെ പറഞ്ഞു. കരികാല ചോളൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ രാജേന്ദ്രൻ ഒന്നാമൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു പ്രധാനപ്പെട്ടത് രാജരാജൻ ഒന്നാമനാണ് കേട്ടോ. അപ്പോൾ ഈ 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവണം. 1-2 പ്രാവശ്യം കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റുകൾ
ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 1-2 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 22ാമത്തെ ചോദ്യമാണ്. വിച്ച് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മെയ്ഡ് സതി പ്രാക്ടീസ് ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ? ഏത് ഗവർണർ ജനറലാണ് സതി അറിയാമല്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു വ്യവസ്ഥിതി തന്നെ അന്ന് പണ്ട് നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു ഇല്ലീഗലായ അത് ശരിക്കും നിർത്തലാക്കിയതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഏത് ഗവർണർ ജനറലാണ് തുടക്കം കുറിച്ച് അത് നിർത്തലാക്കിയത്, നിയമം മൂലം നിരോധിച്ചത് ആരാണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ 22ാമത്തെ ആൻസറായിട്ട് വരുന്നത് ലോർഡ് വില്യം ബെൻറ്റിക്കിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു സുപ്രധാന നമ്മൾ സതി നിർത്തലാക്കി പറഞ്ഞിട്ട് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോകാം കേട്ടോ. ലോർഡ് വില്യം ബെൻറ്റിക്കിൻ്റെ കാലത്താണ് നിയമം മൂലം സതി നിരോധിക്കപ്പെട്ടത് എന്നോർക്കുക. ലോർഡ് വില്യം ബെൻറ്റിക്കിൻ്റെ കാലത്താണ് സതി നിയമം മൂലം നിരോധിച്ചത് എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കണം. ലോർഡ് വില്യം ബെൻറ്റിക്കിൻ്റെ കാലത്താണ് സതി നിയമം മൂലം നിരോധിച്ചത് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പിന്നെ വില്യം ബെൻറ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് തന്നെ നയിച്ച ഒരു വ്യക്തിയായിരുന്നു വില്യം ബെൻറ്റിക് പ്രഭു കേട്ടോ. ഒരു 1833 ഒരു ചാർട്ടർ ആക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാർട്ടർ ആക്ടിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭുവാണ്. 1831 ചാർട്ടർ ആക്ട് പ്രകാരമാണ് പണ്ട് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ചാർട്ടർ ആക്ട് പ്രകാരം ഈ ഒരു പദവി ഒന്ന് മാറ്റി. പണ്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് മാറിയിട്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന പേരിൽ ആക്കി മാറ്റിയപ്പോൾ ഉള്ള ആദ്യത്തെ ആളാണ് വില്യം ബെൻറ്റിക്. ഉദാരമനസ്കനായ ഗവർണർ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? വില്യം ബെൻറ്റിക്കാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഭരിക്കപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭുവാണ് കേട്ടോ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭുവാണ്. ഓക്കെ, ആദ്യമൊക്കെ പേർഷ്യനാണ് കൂടുതൽ അഭ്യസിപ്പിച്ചിരുന്നത്. അപ്പോൾ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻറ്റിക് പ്രഭുവാണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് വില്യം ബെൻറ്റിക് പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ സമയത്താണ് മെക്കാളെ പ്രഭുവിൻ്റെ മിനിറ്റ്സൊക്കെ പ്രധാനമായിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ വലിയ കാതലായ ഒരു പരിഷ്കാരങ്ങൾക്ക് മാറ്റങ്ങൾക്കൊക്കെ വഴിതെളിച്ച മിനിറ്റ്സൊക്കെ വന്നത്, മെക്കാളെ പ്രഭുവിൻ്റെ മിനിറ്റ്സൊക്കെ നിലവിൽ വന്നത് ഈ വില്യം ബെൻറ്റിക് പ്രഭുവിൻ്റെ കാലത്താണെന്ന് ഓർത്തിരിക്കുക. പിന്നെ വേറെ കുറച്ച് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സതി നിരോധിച്ചു 1829 എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് നിലവിൽ വന്നതും തയ്യാറാക്കിയതും അവതരിപ്പിച്ചതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ സതി നിരോധിച്ചത്, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് വില്യം ബെൻറ്റിക് പ്രഭുവിൻ്റെ കാലത്താണ്. പിന്നെ ധാരാളം ആദ്യമായിട്ട് നിയമ കമ്മീഷനെ നിയമിക്കുന്നതും ആരുടെ കാലത്താണ്? വില്യം ബെൻറ്റിക് പ്രഭുവിൻ്റെ കാലത്താണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻറ്റിക് പ്രഭുവാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് പ്രഭുവാണ്. ഇന്ത്യയുടെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻറ്റിക് പ്രഭുവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെട്ടു പോകാം. ഇനി നെക്സ്റ്റ് വരുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഓൾഡസ്റ്റ് വേദ? ഏറ്റവും പഴയ വേദം ഏതാണ് ഏറ്റവും പഴയ വേദം എന്നാണ്? ഋഗ്വേദമാണ് അല്ലേ? ഏറ്റവും പഴയ വേദം എന്നറിയപ്പെടുന്നത് ആരാണ്? ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായ വേദമായി പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് റിവർ 24th ക്വസ്റ്റ്യൻ. റിവർ ഇൻഡസ് എപ്റ്റൈറ്റ്സ് ഇൻ ടു വിച്ച് വാട്ടർ ബോഡി? ഏത് വാട്ടർ ബോഡിയിലാണ് ചേരുന്നത്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണോ? ഓപ്ഷൻ ബി ഇന്ത്യൻ ഓഷ്യൻ, ഓപ്ഷൻ സി ബേ ഓഫ് ബംഗാൾ, ഓപ്ഷൻ ഡി അറേബ്യൻ സീ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എവിടെയാണ് ഇൻഡസ് റിവറിൻ്റെ പതന സ്ഥാനം എവിടെയാണെന്നാണ്? അറേബ്യൻ സീയിലാണ് കേട്ടോ. ഇൻഡസ് റിവർ എവിടെയാണ് പതിക്കുന്നത്?
അറേബ്യൻ സീയിലാണ് ഇൻഡസ് റിവർ പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രധാനപ്പെട്ട റിവറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ടൊരു ഹിമാലയൻ നദിയാണ്. അപ്പോൾ ആ ഹിമാലയൻ നദിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് പോയിൻ്റുകൾ ഓർത്തിട്ട് പോകാം. ഓക്കെ, ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഒഴുകി രൂപം കൊണ്ടിട്ടാണ് ഈ ഹിമാലയ നദികളൊക്കെ ഉണ്ടാകുന്നത്. ഹിമാലയ നദികളുടെ പ്രഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് ഹിമാലയ നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? ഉത്തരപർവ്വത മേഖലയിൽ നിന്ന്. പ്രധാനപ്പെട്ട ഹിമാലയ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവർ 3 പേരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാലയ നദികളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിന്ധു റിലേറ്റഡ് ആണ്. സോ സിന്ധു നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോവാം. സിന്ധുവിൻ്റെ പോഷക നദികൾ ധാരാളം പറയുന്നുണ്ട്, ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. ഓക്കെ, ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെട്ട പുണ്യനദികളുടെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്, 7 പുണ്യനദികളുള്ളത് തന്നെയാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്നുണ്ട്. സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. ഒരു വനപ്രദേശത്തിൽ നിന്ന് പിന്നെ പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് ഒഴുകുന്നു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? സിന്ധു നദി കേട്ടോ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയായിട്ട് അറിയപ്പെടുന്നതാണ് സിന്ധു നദി. പിന്നെ മോഹൻജദാരോ എന്ന പട്ടണം, പഴയകാല സ്ഥലം സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? സിന്ധു നദീതീരമായിരുന്നു കേട്ടോ. പിന്നെ സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലഡാക്കാണ്. ലഡാക്ക്. ഓക്കെ, ലഡാക്കാണ് അത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ്, ഏറ്റവും വലിയ നദിയാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ്. പിന്നെ പ്രത്യേക ഫാക്റ്റ്, അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് എന്ത്? ഏത്? സിന്ധു നദി. അതുകൊണ്ടാണ് നമുക്ക് ആൻസർ അങ്ങനത്തെ കിട്ടിയത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ കൂടി ഒഴുകുന്ന ഹിമാലയ നദി, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി ഏത്? സിന്ധു നദിയാണ്. ഉത്ഭവം എവിടുന്നാണ്? ടിബറ്റിലെ മാനസരോവരിനടുത്തുള്ള ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ പ്രധാനപ്പെട്ടത് 2880 കിലോമീറ്ററാണ് ആകെ നീളം. ഇന്ത്യയിലൂടെ 750 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കിലൂടെയാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എവിടെയാണ്? ലഡാക്കിലൂടെയാണ്. പിന്നെ അങ്ങ് പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ്റെ ജീവരേഖ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ദേശീയ നദി, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് എവിടെയാണ്? ഏതാണ്? ഈ സിന്ധു നദിയാണ് കേട്ടോ. സിന്ധു നദിയാണ് കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സിന്ധു നദി. നംഗപർവ്വതത്തിന് സമീപം ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീടാണ് പതനമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ദൂരെ ഒഴുകുന്നുള്ളൂ, കൂടുതലും അങ്ങോട്ടാണ് ഒഴുകി പോണത്, ആ ഭാഗത്തേക്കാണ് ഒഴുകി പോണത്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനുമാണ്. കരാറിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? അന്ന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ളത്. പാകിസ്ഥാന് വേണ്ടിയിട്ട് മുഹമ്മദ് അയ്യൂബ് ഖാൻ ആയിരുന്നു കേട്ടോ. ലോകബാങ്കാണ് ഇതിനൊക്കെ മധ്യസ്ഥത വഹിച്ചത്. ആരാണ്? ലോകബാങ്ക് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കരാർ, സിന്ധു നദീജല കരാർ 1960 നിലവിൽ വരുന്നത്. സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒപ്പിട്ടത്. അതിനുശേഷം ഏതൊക്കെ? സത്ലജിലും ബിയാസിലും രവിക്കും ഇന്ത്യക്ക് അവകാശമുണ്ട് കേട്ടോ. സത്ലജിനും ബിയാസിലും രവിക്കും ആർക്ക് അവകാശമുണ്ട്? ഇന്ത്യക്ക് അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് നമ്മൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മളൊന്ന് കവർ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇസ്ലാമിക് കലണ്ടർ? ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം ഏതാണെന്ന് ചോദിച്ചത്. മുഹറമാണ് ഉത്തരം. മുഹറമാണ് ആദ്യത്തെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കുമ്പം അവസാനത്തിനൂടി നോക്കണം. ദുവൽ ഹിജ്ജാണ്. ഞാൻ പറയണതിൽ എന്തെങ്കിലും ഇതുണ്ടോ അറിയില്ല. ദുവൽ ഹിജ്ജ് നമുക്ക് അറബി സ്ലാങ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല. ദുവാൽ ഹിജ്ജ് എന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് ലാസ്റ്റ് മന്തായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് മന്തും ലാസ്റ്റ് മന്തും പറഞ്ഞു വെച്ചാൽ നല്ലതാണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, വിച്ച് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഹാസ് ദ സ്ലോവസ്റ്റ് റൊട്ടേഷൻ? സ്ലോവസ്റ്റ് റൊട്ടേഷനുള്ള പ്ലാനറ്റ് ഏതാണെന്നാണ് കേട്ടോ. വീനസ് ആണ് സ്ലോവസ്റ്റ് റൊട്ടേഷൻ ഉള്ളത്. ഏതാണ്? വീനസ് ആണ് കേട്ടോ. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ ഇയർ വെൻ സെൻറ്റ് തോമസ് ലാൻഡഡ് ഇൻ ഇന്ത്യ. സെൻറ്റ് തോമസ് പ്രചരണാർത്ഥം ഇന്ത്യയിലേക്ക് എന്ന് വന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. AD 42 AD 53 AD 52 AD 62 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. AD 52 52 സെൻറ്റ് തോമസ് ഇന്ത്യയിലേക്ക് വരുന്നത് കേട്ടോ. AD 52. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സെൻറ്റ് തോമസിൻ്റെ വരവ്, ആഗമന ഉദ്ദേശ്യം, അതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയില്ല. ഇവിടെ പക്ഷേ നമുക്ക് ഇത്ര ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കണം. സോളാർ സിസ്റ്റം കേട്ടോ, അത് നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാം. സോളാർ സിസ്റ്റം എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു സെഷൻ പോലെ ചെയ്യാം കേട്ടോ, കുറച്ച് ഒന്ന് ഡീപ്പായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഹൗ മെനി ഡിസ്ട്രിക്ട്സ് വേർ ദർ ഇൻ കേരള ഇൻ ജാനുവരി 1958. 1958 സമയത്ത്, അതായത് ജാനുവരിയിൽ എത്ര ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം വന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, കാരണം അന്നത്തെ നമ്മുടെ ഡിസ്ട്രിക്റ്റുകളുടെ കാര്യം. അപ്പോൾ 1958 കാര്യം പറയുമ്പോൾ നമ്മൾ 56 എത്ര ഉണ്ട് എന്നാണ്. അതായത് നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ, സംസ്ഥാന രൂപീകരണ സമയത്ത് നവംബർ 1 1956 നമുക്ക് എത്ര ജില്ലകളുണ്ടായിരുന്നു? നമുക്ക് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു, കോട്ടയം കൊല്ലം ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു, പിന്നെ മലബാറാണ് ഉണ്ടായിരുന്നത്. മലബാർ ഏരിയ അതൊരു വലിയ ബൃഹത്തായ മേഖലയായിട്ട് ഇങ്ങനെ കിടന്നായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലം, കോട്ടയം ഉണ്ട്, തൃശ്ശൂരുണ്ട്, മലബാറുണ്ട്. അങ്ങനെ 5 ജില്ലകളായിട്ടാണ് നമ്മുടെ സംസ്ഥാന രൂപീകരണ സമയത്ത് കിടന്നിരുന്നതും. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മലബാർ, തൃശ്ശൂർ, കോട്ടയം, കൊല്ലം, ട്രിവാൻഡ്രം അങ്ങനെയാണ് കിടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് 57 ആയപ്പം, 1 ജാനുവരി 1957 ജാനുവരി 1 ആയപ്പം മലബാറിനെ എന്താക്കി? മലബാറിനെ വിഭജിച്ചു. മലബാർ വിഭജിച്ചിട്ട് കണ്ണൂരുണ്ടായി, പിന്നെ കോഴിക്കോടായി, പാലക്കാടുമായി. കണ്ണൂരായി, കോഴിക്കോടായി, പാലക്കാടായി. ഓക്കെ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് അങ്ങനെ 3 ഇതായി മാറി. അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 എണ്ണമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇവർ ചോദിച്ചത് ജനുവരി 1958. ജനുവരി 1958 8 എണ്ണമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ആയിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ 8 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പിന്നെ 9ാമത്തെ ജില്ലയായിട്ട് പിന്നെ എറണാകുളമാണ് വരുന്നത്. പിന്നീട് എറണാകുളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നത്? 8 ഉണ്ടായിരുന്നത്. അതാണ് നമുക്ക് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഈസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? ആരാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്നാണ് ചോദിച്ചത്. പ്രധാന പദവിയിലിരിക്കുന്നവരൊക്കെ നമ്മൾ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണം. നമ്മൾ കറക്റ്റായിട്ട് ഒരു ലിസ്റ്റൊക്കെ ആദ്യമേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളതിൽ തിരുത്തലുകൾ വരുത്തിയാൽ മതി. അല്ല, ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ എക്സാമിന് പോകുമ്പോഴെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ പദവികളിലുള്ളവരെന്നെ കറക്റ്റായിട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക കേട്ടോ. എഴുതി തന്നെ വെക്കുക നമ്മൾ. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും. പിന്നെ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ തന്നെ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആരാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ. മഞ്ജുള ദാസ് ആണോ? ഖുഷ്വീന്ദർ വോറയാണോ? KN വ്യാസാണോ? PK ശ്രീവാസ്തവയാണോ എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് PK ശ്രീവാസ്തവ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. PK ശ്രീവാസ്തവ തന്നെയാണ് ഇപ്പോഴും, മാറ്റില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് നോക്കണം. PK ശ്രീവാസ്തവയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ ആരാണ് ചെയർമാൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? PK ശ്രീവാസ്തവ. ചെയർമാൻ ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ PK ശ്രീവാസ്തവ. ഇനി അടുത്തത് ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ 25th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? 25th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രാജീവ് കുമാർ തന്നെയാണ് തുടരുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ കാലാവധിയായിട്ട് വരിക കേട്ടോ. ഓക്കെ, രാജീവ് കുമാർ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ അത് പഠിക്കണം. 25th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് കുമാറാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ കാലാവധി പറയണം കേട്ടോ. ഇനി അടുത്തത് ഹു ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ആരാണ്? അത് ഓപ്ഷൻസ് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ ഒരു പ്രത്യേക ഇതാണ്, പേരുകളാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്പോൾ എന്നാണ് രൂപീകരിച്ചതെന്ന് നോക്കാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് രൂപീകരിച്ചത്? 19 ഡിസംബർ 1966 ഫിലിപ്പീൻസിലെ മനില ആസ്ഥാനമാക്കിയിട്ടാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകരിക്കുന്നത്. എന്നാ ഡേറ്റ് വന്നത്?
ഡിസംബർ 19 1966 കേട്ടോ. ഡിസംബർ 1966 ഫിലിപ്പീൻസിലെ മനില ആസ്ഥാനമാക്കിയിട്ടാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1966 തന്നെ ഇന്ത്യ ഒരു അംഗമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യ അംഗമായ വർഷം ചോദിച്ചാൽ 1966 തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെയാണ് ചോദിച്ചത്. ആരാണ്? മസാത്സുഗു അസാക്കവ. അതാണ് കേട്ടോ പ്രസിഡൻറ്റ്. ആരാ പ്രസിഡൻറ്റ്? മസാത്സുഗു അസാക്കവ. അങ്ങനെ തന്നെ അല്ലേ വായിക്കുക? ആണെന്നാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അറിവ്. ഓക്കെ, 19 ഡിസംബർ 1966. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനില. ഈ നെക്സ്റ്റ് NRI ഡേനെ കുറിച്ച് വരുന്നുണ്ട്. NRI ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്? ഏത് ഡേറ്റിലാണ് NRI ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? എന്താണ് NRI ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നില്ലേ, ആ ദിവസത്തിനെയാണല്ലോ നമ്മൾ NRI ഡേ ആയിട്ട് പ്രവാസി ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്നാണ് പ്രവാസി ദിവസം? ജനുവരി 9 കേട്ടോ. ജനുവരി 9. ഓക്കെ, ജനുവരി 9. അപ്പോൾ ഡേറ്റുകളെല്ലാം പഠിച്ചിരിക്കണം. അങ്ങനത്തെ ഡേറ്റുകളുണ്ടല്ലോ, നമ്മുടെ നാഷണൽ ഡേയ്സും ഇൻ്റർനാഷണൽ ഡേയ്സും ഒക്കെ നമ്മളൊന്ന് ഓടിച്ചു പോകണം കേട്ടോ. ഈ നെക്സ്റ്റ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് കാൾഡ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുക എന്നുള്ളത്? ക്ലിയറിംഗ് ആണോ, റെക്ടിഫിക്കേഷൻ ആണോ, റീകൺസിലേഷൻ ആണോ, ഡീബഗ്ഗിങ് ആണോ? അതെല്ലാവർക്കും അറിയാം. ഡീബഗ്ഗിങ് ആണ് അല്ലേ. തെറ്റുകളതിനെ എന്ത് പറയും? ബഗ്സ് എന്നാണ് പറയുക. അപ്പോൾ ആ എറേഴ്സിനെ കറക്റ്റ് ചെയ്യണതിന് എന്ത് പറയുന്നു? ഡീബഗ്ഗിങ് എന്നാണ് പറയുക. ഓക്കെ, ഡീബഗ്ഗിങ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറി? ഏതാണ് ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറി എന്ന്? റാം ആണോ, റോം ആണോ, ക്യാഷ് മെമ്മറി ആണോ, ബോത്ത് A and B ആണോ? അതായത് റാമും റോമും കൂടിയാണോ? ഓക്കെ, അപ്പോൾ അറിയുന്നതാണ് ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറി എന്ന് വെച്ചാൽ രജിസ്റ്റേഴ്സും ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറിയാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ക്യാഷ് മെമ്മറിയാണ് അല്ലേ. ഏതാണ്? ക്യാഷ് മെമ്മറിയാണ് ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറി ആയിട്ട് വരുന്നത്. ക്യാഷ് മെമ്മറിയാണ് ഫാസ്റ്റസ്റ്റ് സിസ്റ്റം മെമ്മറി ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റാം റോമും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ. എന്താണ് റാം, എന്താണ് റോം? റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ റാമും റോമും ഒക്കെ എന്താണ്? പ്രൈമറി മെമ്മറിയുടെ ഭാഗമാണ് കേട്ടോ. പ്രൈമറി മെമ്മറിയുടെ അത് മെയിൻ മെമ്മറി, ഇൻറ്റേർണൽ മെമ്മറി, സിംപിളി മെമ്മറി എന്നൊക്കെ പറയുന്ന പ്രൈമറി മെമ്മറിയുടെ ഭാഗമാണ് എന്ത്? പ്രൈമറി മെമ്മറിയുടെ ഭാഗമാണ് ഈ റാമും റോമും ഒക്കെ. രണ്ടാണുള്ള സെമി കണ്ടക്ടർ മെമ്മറി ഡയറക്റ്റ്ലി CPU ആക്സസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഹൈ സ്പീഡ് മെമ്മറി തന്നെയാണ്. അപ്പോൾ റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി ഇതൊരു മെയിൻ മെമ്മറിയുടെ ഭാഗമാണ്. ഇതിനെ വൊളാറ്റൈൽ മെമ്മറി എന്നും അറിയപ്പെടുന്നു. റാൻഡം ആക്സസ് മെമ്മറിയുടെ വേറൊരു പേരാണ് വൊളാറ്റൈൽ മെമ്മറി എന്ന് പറയണം കേട്ടോ. ഇതിനെയാണ് SRAM-ഉം DRAM-ഉം രണ്ടാക്കി തരംതിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിക് റാം എന്നും പിന്നെ ഡൈനാമിക് റാം എന്നും രണ്ട് രീതിയിൽ തരംതിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ റോം എന്ന് വെച്ചാൽ റീഡ് ഓൺലി മെമ്മറിയാണ് കേട്ടോ. റോം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി. ഇത് നോൺ വൊളാറ്റൈൽ പ്രൈമറി മെമ്മറിയാണ്. മറ്റേത് വൊളാറ്റൈൽ പ്രൈമറി മെമ്മറി ആയിരുന്നു. റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്താണ്? നോൺ വൊളാറ്റൈൽ പ്രൈമറി മെമ്മറിയാണ്. ഇത് പ്രോം എന്നും പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നും EEPROM എന്നും അറിയപ്പെടും. ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. അപ്പോൾ പിന്നെ ക്യാഷ് മെമ്മറിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അത് രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറിയാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. ഈ ക്യാഷ് മെമ്മറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ടെമ്പററി മെമ്മറിയാണ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ റാമിനും പ്രോസസ്സറിനും ഇടയ്ക്കുള്ളത്. റാമിനും പ്രോസസ്സറിനും ഇടയ്ക്കുള്ള ഒരു ടെമ്പററി മെമ്മറി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് പ്രോസസ്സറിനെയാണ് ഈ ക്യാഷ് മെമ്മറി എന്ന് അറിയപ്പെടുക കേട്ടോ. രജിസ്റ്റേഴ്സും ഹൈ സ്പീഡ് മെമ്മറി തന്നെയാണ് പ്ലേസ്ഡ് ഇൻ ദ പ്രോസസ്സർ. രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് മെമ്മറി പ്ലേസ്ഡ് ഇൻ ദ പ്രോസസ്സറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഹു ഈസ് ദ ടോപ്പ് ഗോൾ സ്കോറർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി? ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോള് സ്കോർ ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ആരാണ് ഏറ്റവും കൂടുതൽ ഗോള് അടിച്ചിട്ടുള്ളത്? ആരാണെന്ന് നോക്കാം. ഓക്കെ, പെലെയാണോ, ലയണൽ മെസ്സിയാണോ, റൊമാരിയോ ആണോ, ക്രിസ്റ്റീനോ റൊണാൾഡോ ആണോ? ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആരായിരുന്നു കിട്ടിയിട്ടുണ്ടാവും അല്ലേ? റൊണാൾഡോ ആണ് കേട്ടോ. ക്രിസ്റ്റീനോ റൊണാൾഡോ അദ്ദേഹമാണ് ഏറ്റവും ഗോൾ സ്കോറർ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ, ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഗോൾ സ്കോറർ കേട്ടോ. ഓക്കെ, അതിൽ പിന്നെ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും പറയാനില്ല. സ്പോർട്സുമായി ബന്ധപ്പെട്ടായ കാരണം
അത്ര അറിവില്ല പറയാൻ കേട്ടോ. ഓക്കെ. ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് വൺ എ കലണ്ടർ ഇയർ ഗോൾഡൻ സ്ലാം നേടിയത് ആരാണെന്നാണ്. ഈ കലണ്ടർ ഇയറിലെ ഗോൾഡൻ സ്ലാം നേടിയത് ആരാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ്? സ്റ്റെഫി ഗ്രാഫാണ് കേട്ടോ. സ്റ്റെഫി ഗ്രാഫാണ്. ബോബിയാനാണോ, സ്റ്റെഫി ഗ്രാഫാണോ, സെറീന വില്യംസ് ആണോ, ആൻഡ്രിയ ഗാസിയാണോ? സ്റ്റെഫി ഗ്രാഫാണ് ഈ കലണ്ടർ ഇയറിലെ ഗോൾഡൻ സ്ലാം നേടിയത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വിച്ച് വാസ് ദ ഫസ്റ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ? ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഏതാണെന്നാണ്. അപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ക്ലാസിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വലിയൊരു അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി നേടിയത് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കുറച്ച് ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം കേട്ടോ. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. ആദ്യമായിട്ട് കിട്ടുന്നത് തമിഴ് ഭാഷയ്ക്കാണ്. ആദ്യമായിട്ട് കിട്ടുന്നത് ആർക്കാണ്? തമിഴിനാണ് കേട്ടോ. അപ്പോൾ മലയാളത്തിന് എത്രാമതായി കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കിട്ടുന്നത് തമിഴിലാണ്. 2004 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് തമിഴിലാണ്. രണ്ടാമത്തെ സംസ്കൃതമാണ്. 2005 സംസ്കൃതത്തിന് കിട്ടി. മൂന്നാമത് കന്നഡയ്ക്കാണ് കിട്ടുന്നത് 2008. 2008 2 ഭാഷകൾ കിട്ടുന്നുണ്ട്. ആദ്യം കന്നഡ, പിന്നെ തെലുങ്ക്. പിന്നെ അഞ്ചാമതായിട്ട് മലയാളത്തിന് 2013 കിട്ടുന്നത് കേട്ടോ. 2013 മലയാളം എന്താകുന്നത്? ക്ലാസിക്കൽ ഭാഷയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. മലയാളം ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന വർഷം 2013. ആദ്യം കിട്ടിയത് ആർക്കാണ്? തമിഴിനാണ്. തമിഴിന് ഏത് വർഷം കിട്ടി? 2004 കിട്ടി. സംസ്കൃതത്തിന് 2005, കന്നഡയ്ക്കും തെലുങ്കിനും 2008, മലയാളത്തിന് 2013. പിന്നീട് ഒഡിയയ്ക്കാണ് 2014. അപ്പോൾ ഇതുവരെ ചോദ്യങ്ങളിൽ അവസാനമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ ഒഡിയയായിരുന്നു കേട്ടോ. ഒഡിയയാണ് 2014. പക്ഷേ ഇനി കഥ മാറി. കാരണം ഒക്ടോബർ 3, 2024 ഒരു വലിയ അപ്ഡേഷൻ ഉണ്ടായി. എന്താണത്? മറാത്തി, പാലി, പ്രാകൃതി, അസാമീസ്, പിന്നെ ബംഗാളി, ഇതിന് എല്ലാം എന്തു കൊടുത്തു? ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയിട്ടോ. അപ്പോൾ ഇപ്പോൾ 11 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയ ഭാഷകൾ. എത്ര എണ്ണം ചോദിച്ചാൽ ഏതാ ഉത്തരം? 11 കേട്ടോ. ഇപ്പോൾ ഒക്ടോബർ 3, 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃതി, അസാമീസ്, ബംഗാളി, ഇവയ്ക്കും കൂടി ലഭിച്ചു. എന്ത് ലഭിച്ചു? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇപ്പം അങ്ങനൊരു അപ്ഡേഷൻ വന്ന കാരണം ചിലപ്പോൾ ചോദ്യം കടന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ഇന്ത്യ റേഡിയോ ബന്ധപ്പെട്ട കേട്ടോ. വാട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ? ഓൾ ഇന്ത്യ റേഡിയോയുടെ ഫസ്റ്റ് പേരെന്തായിരുന്നു എന്നാണ്. ആകാശവാണി എന്നാണോ, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണോ, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ എന്നാണോ, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നാണോ? ഉത്തരം എന്താണ്? ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയുടെ ആദ്യകാല നാമം. ഓൾ ഇന്ത്യ റേഡിയോ 1936 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 1936. 1936. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് ഹോണേഡ് വിത്ത് കേരള ജ്യോതി? കേരള ജ്യോതി ഇൻ 2022 2022 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ 2022 ചോദ്യമാണത്. MT വാസുദേവൻ നായർക്കാണ് 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ 2022 ശേഷം നമുക്ക് 23 വന്നു, 24 വന്നു. അപ്പോൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന ഏറ്റവും ഹയ്യസ്റ്റ് സ്റ്റേറ്റ് അവാർഡാണെന്ത്? കേരള ജ്യോതി പുരസ്കാരം കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ ഹയ്യസ്റ്റായിട്ട് കേരള പ്രഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കേരളശ്രീ, നമ്മുടെ സെൻട്രലിൽ പത്മശ്രീ, അതുപോലെ തന്നെ ഇവിടെ ഹയ്യസ്റ്റ് സ്റ്റേറ്റ് അവാർഡായിട്ട് കേരള ജ്യോതി, പിന്നെ അതിന് താഴെ കേരള പ്രഭ, അതിന് താഴെ കേരളശ്രീ, ഇങ്ങനെ 3 അവാർഡുകൾ വന്നിട്ടുണ്ട്. ഓക്കെ. അതിൽ ഇപ്പോൾ 2022 എന്ത് കേരള ജ്യോതി കിട്ടിയത്? MT വാസുദേവൻ നായർക്കാണ്. 2023 കിട്ടിയത് ആരാണ്? T പത്മനാഭനാണ് കേട്ടോ. T പത്മനാഭനാണ് എന്ത് ലഭിച്ചത്? 2023. അപ്പോൾ 2024 ലഭിച്ചത് ആർക്കാണ്? MK സാനുവിന് കേട്ടോ. MK സാനുവിന്. അപ്പോൾ 3 കിട്ടിയെന്ന് വിചാരിക്കുന്നു. കേരള ജ്യോതി പുരസ്കാരം 2022 MT വാസുദേവൻ നായർക്ക്, 2023 T പത്മനാഭന്,
2024 MK സാനുവിന് ഹയസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഏതാണ്? കേരള ജ്യോതി പുരസ്കാരം. ഏത് വർഷമാണ് ഇത് തുടങ്ങിയത്? 2021 തുടങ്ങി. പിന്നെ 22 MT വാസുദേവൻ നായർക്ക് കൊടുത്തു, 23 ആർക്ക് കൊടുത്തു? ടി പത്മനാഭന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് MK സാനുവിന് 2024 MK സാനുവിന് കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഇത് കഴിഞ്ഞ് ഈ കേരള ജ്യോതി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് വന്നത് കേരള പ്രഭ പുരസ്കാരങ്ങൾ. അത് പ്രഖ്യാപിച്ചത് 2024 ആർക്കൊക്കെയാണെന്ന് നോക്കാം. 2024 MK സാനുവിന് കേരള ജ്യോതി അതവിടെ നിൽക്കട്ടെ. പിന്നെ കേരള പ്രഭ നമ്മുടെ ISRO ചെയർമാൻ സോമനാഥിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്സ്പേർട്ടായിരുന്ന ഭുവനേശ്വരി എന്ന് പറഞ്ഞ അവർക്കും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോമനാഥിനെ ഓർക്കുക, ഭുവനേശ്വരിനെയും ഓർക്കുക. എന്ത്? കേരള പ്രഭയ്ക്ക്. പിന്നെ പ്രധാനപ്പെട്ടത് 2024 തന്നെ കേരളശ്രീ. കേരളശ്രീ 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 പേരെ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അതിൽ സഞ്ജു സാംസണെ നമ്മൾ പ്രത്യേകം ഓർക്കണം. കാരണം സ്പോർട്സിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരെയാണ്? സഞ്ജുവിനെയാണ് കേട്ടോ. അപ്പോൾ ആ സഞ്ജുവിനെ മാത്രം നമ്മൾ ഓർക്കണം. ബാക്കി 4 ആളെ നമുക്ക് പരിചിതമല്ലാത്തത് കൊണ്ടും നമുക്കെല്ലാം പഠിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ ജസ്റ്റ് ഒഴിവാക്കി വിടണം. അപ്പോൾ ഈ ഒരു 2024 ഈ ഫാക്റ്റ് കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം. 2023 ഈ പറഞ്ഞ പോലെ 2 ആൾക്ക് തന്നെയാണ്, സൂര്യകൃഷ്ണമൂർത്തിക്കും പിന്നെ ജസ്റ്റിസ് M ഫാത്തിമ ബീവിക്കുമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? കേരള പ്രഭ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അത് കൺഫ്യൂസ്ഡ് ആവരുത്. 2023 കാര്യമാണ് കേട്ടോ. 2023 ടി പത്മനാഭന് എന്ത് ലഭിച്ചു? കേരള ജ്യോതി ലഭിച്ചു. പിന്നെ കേരള പ്രഭ ലഭിച്ചത് സൂര്യകൃഷ്ണമൂർത്തി, പിന്നെ ജസ്റ്റിസ് M ഫാത്തിമ ബീവിയാണ് കേട്ടോ. ഓക്കെ, അത് 2023. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2024 ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണല്ലോ. 2024 ചോദിക്കാൻ കൂടുതൽ ഉള്ളത്. അപ്പോൾ MK സാനുവിനെ ഇപ്പോൾ 2024 പ്രസൻറ്റിൽ നോക്കുമ്പം കേരള ജ്യോതി MK സാനു, കേരള പ്രഭ സോമനാഥും, അഗ്രികൾച്ചറൽ എക്സ്പേർട്ടായിട്ട് ഭുവനേശ്വരി, കേരള ശ്രീയിൽ സ്പോർട്സ് വിഭാഗത്തിലുള്ളത് സഞ്ജു സാംസനെ പ്രത്യേകം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഭാഗത്താണ് കേരള ജ്യോതിയെ ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് വന്നതെന്ന് ഓർക്കുക. 2021 കൊണ്ടുവന്നതെന്ന് ഓർക്കുക. ഹയ്യസ്റ്റ് ആണ് കേട്ടോ, കേരള ഗവൺമെൻറ്റിൻ്റെ ഹയ്യസ്റ്റ് കൊടുക്കുന്ന അവാർഡാണെന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ വൺ ദ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ചോദിച്ചത്. ജോർജി ഗാസ്പുഡിനോവിനാണ് അന്ന് ലഭിച്ചത്. അപ്പോൾ നമ്മൾ അന്ന് ലഭിച്ചത് മാത്രം നോക്കി പോയാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലഭിച്ചത് നോക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചത് ആരാണ്, എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും കേൾക്കുമ്പോൾ ബുക്കർ പ്രൈസും ഉണ്ട് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട് കേട്ടോ. രണ്ടും രണ്ട് തന്നെയാണ്. അതായത് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് വേറെയാണ്, ബുക്കർ പ്രൈസ് വേറെയാണ്. അപ്പോൾ ബുക്കർ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നോവലിനാണ് കൊടുക്കുക കേട്ടോ. ഇംഗ്ലീഷ് നോവലിനാണ് ബുക്കർ പ്രൈസ് കൊടുക്കുക. എന്നാൽ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നതോ അത് ഇംഗ്ലീഷ് നോവലിന് മാത്രമല്ല ഏത് ഭാഷയിൽ എഴുതിയ നോവലിനും കൊടുക്കും. പക്ഷേ അതിൽ ഇംഗ്ലീഷ് തർജ്ജമ വേണം കേട്ടോ. ഇംഗ്ലീഷ് തർജ്ജമയിലേക്ക് മൊഴി മാറ്റപ്പെട്ട മറ്റേതു ഭാഷകളിലേലും കൊടുക്കുന്നതാണെന്ത് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കേട്ടോ. അപ്പോൾ അന്ന്, അതായത് 2023 ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അന്ന് ജോർജി ഗാസ്പുഡിനോവിനാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടി? ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 കിട്ടിയത് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപെൻബെക്ക് ആണ്. ആരാണ്? ജർമ്മൻ എഴുത്തുകാരി ജെന്നി എയർപെൻബെക്ക്. അവരുടെ പ്രശസ്തമായ നോവലിനാണ് ഇത് കൊടുക്കുക കേട്ടോ. നോവലിന് കെയ്റോസ് എന്ന് പറഞ്ഞ നോവൽ. ആരാണ്? കെയ്റോസ്. ജർമ്മൻ എഴുത്തുകാരിയായിട്ടുള്ള ജെന്നി എയർപെൻബെക്കിൻ്റെ കെയ്റോസ് എന്ന് പറഞ്ഞ നോവലിനാണ് എന്ത് കിട്ടിയത്? 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ക്ലിയറായോ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വ്യക്തി, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയാൽ മാത്രമേ എന്തുള്ളൂ ഈ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിനെ പരിഗണിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നടത്തിയതാണ് മൈക്കൽ ഹോഫ്മാൻ ആണ് കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? മൈക്കൽ ഹോഫ്മാൻ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈക്കൽ ഹോഫ്മാൻ. മൈക്ക് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മൈക്ക് പിടിച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ നടത്തുക, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കുക. പിന്നെ എയർപെൻബെക്ക്, ഇതൊരു ബുക്കർ പ്രൈസാണല്ലോ. ബുക്കർ പ്രൈസാണ്. ബുക്കർ പ്രൈസിന് പെന്ന്, ബുക്കർ പ്രൈസ് ബുക്കിൽ എഴുതണമെങ്കിൽ പേന വേണം. എയർപെൻബെക്ക് പെന്ന് വേണം. കെയ്റോസ് എന്ന കൃതിക്കാണ് ഓർക്കുക റോസ്. കെയ്റോസ് എന്ന് ഓർക്കുക. റോസിനാണ് കിട്ടിയതെന്ന് ഓർക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് 2-3 പ്രാവശ്യം ഒന്ന് മൈൻഡിൽ കയറ്റുക. അപ്പോൾ അങ്ങ് കയറിക്കോളും. ഓക്കെ.
അപ്പം അതാണ് ഈ 2024 സംബന്ധിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ബുക്കർ പ്രൈസും കൂടി നോക്കാം. എന്തായാലും നമ്മൾ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസൊക്കെ പഠിച്ചില്ലേ, അപ്പോൾ ചിലപ്പോൾ ബുക്കർ പ്രൈസ് ചോദിച്ചാലോ. അപ്പോൾ നമുക്ക് ഒരു വഴിക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബുക്കർ പ്രൈസ് കൂടി നോക്കാം. 2024 ബുക്കർ പ്രൈസ് ആര് നേടി? ഓർബിറ്റാൽ എന്ന നോവലിന് സമന്ത ഹാർവെയാണ് എന്ത് നേടിയത്? 2024 ബുക്കർ പ്രൈസ് നേടിയത് കേട്ടോ. അപ്പോൾ രണ്ടും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആര് നേടി? ബുക്ക് ഉണ്ടെങ്കിൽ എന്തു വേണം? പെന്ന് വേണം. എയർപെൻ ബെക്ക് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപെൻബെക്ക്. എന്താണ് അവരുടെ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ഒരു റോസായിരുന്നു അല്ലേ? റോസ്. ഒരു റോസ് ആലോചിക്കുക, പെന്നും ബുക്കും റോസും ആലോചിക്കുക. അപ്പോൾ നമുക്കത് ഓക്കെ. കെയ്റോസ് നോവല്. പിന്നെ മൈക്കിൾ ആളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മൈക്കൽ ഹോഫ്മാൻ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി. അതവിടെ കഴിഞ്ഞു. പിന്നെ ബുക്കർ പ്രൈസിലേക്ക് വരുമ്പോൾ ഓർബിറ്റാൽ നോവൽ സമന്ത ഹാർവെയാണ്. ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ. നോവലിൻ്റെ പേരാണ് ഓർബിറ്റ്. സമന്ത ഓർബിറ്റിലാണെന്ന് ആലോചിച്ചാൽ മതി. സമന്ത ഓർബിറ്റിലാണ് ബുക്ക് വായിക്കുമ്പോൾ. ബുക്കർ പ്രൈസ് കേട്ടോ 2024. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ഒന്നല്ല എന്ന് മനസ്സിലായില്ലോ. രണ്ടും രണ്ടാണ്. രണ്ട് വ്യക്തികളെയും നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരുവിധം GK കംപ്ലീറ്റ് ആക്കി നമ്മൾ. ഇനി നമുക്ക് മാത്സ് പിന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്താൽ എളുപ്പമാവില്ല. അത് നമുക്ക് ഗ്രൂപ്പിലിടാം കേട്ടോ. മാത്സും ഇംഗ്ലീഷും നമുക്ക് ഗ്രൂപ്പിലിടാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നിങ്ങളെടുത്ത് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് പോയി നോക്കുക. നമ്മുടെ ഡിസ്കഷനിൽ അംഗമാവേണ്ടവർക്ക് അവിടെ അംഗമാവാം. ഡെയിലി കുറച്ച് കറണ്ട് അഫെയർസും എന്തെങ്കിലും റിവിഷൻ ടോപ്പിക്കൊക്കെ നമ്മൾ ഇടാറുണ്ട്. സമയമുള്ള പോലെ നമുക്ക് അങ്ങനെ പഠിച്ച് പോകാം കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും കോപ്പറേറ്റീവ് ലോ ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്തു പോവാം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സക്സസ്ഫുള്ളായി നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ബാക്കി സബ്ജക്ട്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് പോലെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് പോയാലേ പഠിക്കാൻ പറ്റുള്ളൂ. മാർച്ച് ആകുമ്പോഴേക്ക് എക്സാം ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഏപ്രിലിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ നമുക്ക് ആഞ്ഞു പിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി, അതായത് നമ്മൾ മാത്സ് ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. മാത്സ് നമ്മൾ ഗ്രൂപ്പിലിടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്